വിധിയാൽ മുദ്രകുത്തപ്പെട്ട ഒരു സർപ്പം കടിച്ചപ്പോൾ നിരാശയുടെ നിഴലുകളിൽ നിന്ന് സ്വർഗത്തെ ധിക്കരിക്കുന്ന ഒരു ശക്തി ഉയർന്നു വന്നു. വേദനയിൽ നിന്ന് ജനിച്ച് ഇരുട്ടിൽ കെട്ടിച്ചമച്ചതായ ഒരു ശക്തിയുടെ സമ്മാനം. ചിലരതിനെ അനുഗ്രഹം എന്ന് വിളിച്ചു, പക്ഷെ അത് അധികാരത്തിൽ പൊതിഞ്ഞ ഒരു ശാപമായിരുന്നു. വിദ്വേഷം അവന്റെ ഇന്ധനമായും പ്രതികാരം അവന്റെ പാതയായി മാറിയപ്പോൾ സ്വർഗത്തിന്റെ അടയാളം സൂര്യനേക്കാൾ തിളക്കത്തോടെ ജ്വലിച്ചു. അതെ, വെളിച്ചത്തിന് അവനെ നയിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ തീ പോലത്തെ ഇരുട്ട് അവന്റെ ചർമ്മത്തിൽ പടർന്നു. അവന്റെ വേദനയിൽ നിന്ന് ചിറകുകൾ വളർന്നു, ആകാശം പോലും തുളച്ചു കയറുവാൻ കഴിയുന്ന ചിറകുകൾ. ഒരു അത്ഭുതത്തെ തന്നെ കൊടുങ്കാറ്റാക്കി മാറ്റിയ വിലക്കപ്പെട്ട ശക്തിയുടെ ഒരു മന്ത്രണം ഒറോച്ചിമാരുവിന്റെ ബൈറ്റിൽ നിന്ന് ലഭിക്കും. സർപ്പത്തിന്റെ അടയാളമായ അവസാനത്തിന്റെ ആരംഭം. എല്ലാ ഇതിഹാസങ്ങൾക്കും ഒരു വിലയുണ്ട്. അയാളുടേത് അവന്റെ ആത്മാവായിരുന്നു. ആ അടയാളം ഉയർന്നപ്പോൾ ഉള്ളിലെ ഇരുട്ടുമുണർന്നു. ശപിക്കപ്പെട്ട ഉച്ചീഹയ്ക്ക് മുന്നിൽ ഷിനോബി ലോകം വിറച്ചു നിന്ന സാസ്കെ ഉച്ചീഹയുടെ കേഴ്സ് മാർക്ക്. ഓക്കെ ഫൈൻ, സാസ്കെ ഉച്ചിഹയുടെ കേഴ്സ് സീലിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് കേഴ്സ് സീൽ ഓഫ് ഹെവൻ. കേഴ്സ് സീലിന്റെ ഒറിജിനും അതെങ്ങനെയാണ് സാസ്കെ റിസീവ് ചെയ്തതെന്നും അതിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്നും ആ ഒരു ഫുൾ സ്റ്റേജസിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് കേഴ്സ് മാർക്ക് റിമൂവൽ ചെയ്യുന്നതെന്നും അതിന്റെ സിംബോളിസവും ലെഗസിയും പിന്നെ സീരീസ് കണ്ടപ്പോൾ എനിക്കറിയാൻ പറ്റിയ കുറച്ച് ഫൺ ഫാക്ട്സും പറഞ്ഞു തുടങ്ങാം. ഏതായാലും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒറിജിൻ ഓഫ് ദി കേഴ്സ് മാർക്ക്. ദ കേഴ്സ് മാർക്ക് അല്ലെങ്കിൽ കേഴ്സ്ഡ് സീൽ ഓഫ് ഹെവൻ എന്ന് പറയുന്ന സാധനം ഒറോച്ചിമാരു എന്ന് പറയുന്ന ലെജൻഡറി സാനിയം ക്രിയേറ്റ് ചെയ്തതാണ്. ഒറോച്ചിമാരു ഈ ഒരു ഒന്നൊന്നര ഐറ്റം ഡെവലപ്പ് ചെയ്തെടുത്തത് ജൂഗോയുടെ യൂണീക്ക് ആയിട്ടുള്ള DNA വെച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ജൂഗോ പൊസസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ എബിലിറ്റി ഉണ്ട്. എന്താണ്? അബ്സോർബ് ചെയ്യാനും റിലീസ് ചെയ്യാനും പറ്റും. എന്ത്? സെൻജിറ്റ്സു അല്ലെങ്കിൽ സെയ്ജ് ചക്ര. പക്ഷെ അതൊരു ഇംപെർഫെക്റ്റഡ് വേർഷൻ ഓഫ് സെൻജിറ്റ്സു എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ നമ്മുടെ ഒറോച്ചിമാറും സെൻജിറ്റ്സു അല്ലെങ്കിൽ സെയ്ജ് മോഡ് കംപ്ലീറ്റ്ലി അച്ചീവ് ചെയ്തിട്ടില്ല. ഇതിനു വേണ്ടിയാണ് ദ കേഴ്സ്ഡ് സീൽ ഓഫ് ഹെവൻ അല്ലെങ്കിൽ കേഴ്സ് മാർക്ക് നമ്മുടെ ഒറോച്ചിമാറു ഇൻവെന്റ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് കാരണം അറിയാലോ, ഒറോച്ചിമാറു ഓഫ് കോഴ്സ് ദ ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ് എവർ ലീവ്ഡ് ഇൻ കൊനോഹ. നാറൂട്ടോ ഡേറ്റ ബുക്ക് അനുസരിച്ച് ഒറോച്ചിമാറു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സീൽസിൽ 2 എണ്ണമായിരുന്നു ഏറ്റവും മോസ്റ്റ് പവർഫുൾ വേർഷൻസ്. ഒന്ന് കേഴ്സ്ഡ് സീൽ ഓഫ് ഹെവൻ, അതായത് നമ്മുടെ സാസ്കെ ഉച്ചിഹയ്ക്കും ആങ്കോയ്ക്കും ഒക്കെ കടി കൊടുത്തില്ലേ, അതേ സീല്. 2 കേഴ്സ്ഡ് സീൽ ഓഫ് എർത്ത്. ഇതാണ് നമ്മുടെ കിമിമാറോയ്ക്ക് ഒറോച്ചിമാറു കൊടുത്തത്. അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ വെസലായിട്ട് ഓരോ ബോഡീനെ അയാൾ തന്നെ അയാളുടെ ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടി സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു. ആ നിലയ്ക്കാണ് നമ്മുടെ സാസ്കെ ഉച്ചിഹയെ പുള്ളി കാണുന്നതും. അതൊരു ഉച്ചിഹ ബ്ലഡ് ലൈനും ഷരിങ്കനും ഉള്ളത് കൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് ഒറോച്ചിമാരു മനസ്സിൽ കണ്ടു. ഇനി നമ്മുടെ സാസ്കെ ഉച്ചിഹയ്ക്ക് എങ്ങനെയാണ് ഈ കേഴ്സ് സീൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുനീൻ എക്സാം ആർക്കുണ്ടല്ലോ, അതായത് ഫോറസ്റ്റ് ഓഫ് ഡെത്ത് ആർക്ക്, ആ ഒരു ടൈമിൽ ഒറോച്ചിമാറു അവനെ തന്നെ ഡിസ്ഗൈസ് ചെയ്തു. അതായത് ആംബുഷ്ഡ് ടീം 7ലേക്ക് അവനെ തന്നെ ഡിസ്ഗൈസ് ചെയ്തിട്ട് നമ്മുടെ സാസ്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റിൽ ഏർപ്പെടുന്ന ടൈമിൽ അവൻ്റെ നെക്കിന് കയറി ഒരു കടി അങ്ങ് കൊടുക്കുകയാണ്. നാറൂട്ടോ OG സീരീസ് കാണുന്നവർക്ക് അതിൻ്റെ ത്രില്ല് മനസ്സിലാവും. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ലെജൻഡറി ഒറോച്ചിമാറുവിനെ സീരീസ് ഇൻട്രൊഡ്യൂസ് തന്നെ ചെയ്യുന്നത്. ഐ മീൻ ഫിസിക്കലി കാണുന്ന രീതിയിൽ കേട്ടോ. സോ അവൻ കടിച്ച ഉടനെ തന്നെ നമ്മുടെ സാസ്കെ ഉച്ചിഹയുടെ ദേഹത്തിലേക്ക് ബ്ലാക്ക് ഫ്ലെയിംസ് പോലത്തെ ഒരു ടാറ്റു പോലത്തെ ഒരു സാധനം വരുന്നുണ്ടായിരുന്നു. ഇൻറ്റൻസ് പെയിൻ ആണ് കൊടുത്തിരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ പവർ ആൻഡ് ആംപ്ലിഫയർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനൊരു ടെറിബിൾ കോസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഷെറിങ്കൻ ആ ഒരു ഇമോഷനെ വെച്ച് ആക്ടിവേറ്റ് ആകുന്നത് പോലെ തന്നെ ഇത് നെഗറ്റീവ് ഇമോഷൻസിനെയാണ് ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെയ്ഡ്രഡിനെ. അത് പിന്നെ സ്ലോലി യൂസേഴ്സിന്റെ വില്ല് എന്തുമായിട്ട് ബൈൻഡ് ചെയ്യുമെന്നറിയാവോ? ഒറോച്ചിമാറുവിന്റെ കൺട്രോളിലേക്ക് ബൈൻഡ് ചെയ്തു മാറും. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതിന്റെ സ്റ്റേജസ് ഓഫ് കേഴ്സ് മാർക്ക് നമ്മൾ നോക്കണം. സ്റ്റേജ് 1 പാർഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. പാർഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെ ടൈമിലാണ് ബ്ലാക്ക് ഫ്ലെയിം ലൈക്ക് മാർക്കിങ്സ് അവൻ്റെ ദേഹം ഫുൾ അങ്ങോട്ട് ആകുന്നത്. ഈ ഒരു സ്റ്റേജിൽ സാസ്കയുടെ ചക്രനെ എൻഹാൻസ് ചെയ്യും. അതായത് സ്പീഡും സ്ട്രെങ്തും കൂടും, ഷാർപ്പറായിട്ടുള്ള റിഫ്ലെക്സ് ആയിരിക്കും, സെൻസറി എബിലിറ്റീസ് കാണും, ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഡ്യൂറബിലിറ്റി ഉണ്ട്. പിന്നെ സ്ലൈഡ് ചേഞ്ച് ഇൻ ഈസ് ഓറ, അല്ലെങ്കിൽ ഡാർക്കർ മോഡാവും, മോർ അഗ്രസീവ് ആൻഡ് ഡാർക്കർ മോഡാവും. ഇതിൻ്റെ ആ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറോച്ചിമാറുവിൻ്റെ ഇൻഫ്ലുവൻസ് പതിയെ അവൻ്റെ ബോഡിയിലേക്ക് ആവുകയാണ്. ഇനി ഫൈനൽ സ്റ്റേജ്, അതായത് ഫുൾ ട്രാൻസ്ഫോർമേഷൻ.
ഒറോച്ചിമാറു ആയിട്ടുള്ള ട്രെയിനിങ്ങിന് ശേഷം സാസ്കെ ഇവൻ്റെ ഈ ഒരു ഫുൾ ട്രാൻസ്ഫോർമേഷൻ പഠിക്കുന്നുണ്ട്. അതായത് ഇവൻ്റെ ആ ഒരു സ്കിന്നുണ്ടല്ലോ അത് ഗ്രേ കളറിലേക്കാകും. ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര ലോങ്ങർ, നമ്മുടെ മാതരയുടെ ഒക്കെ കൂട്ട് ഹെയർ ആവും. എന്നിട്ട് അവൻ്റെ ബോഡിയിൽ നിന്ന് 2 ചിറകുകൾ വരും. ഒരു മാസീവ് ഹാൻഡ് ലൈക്ക് വിങ്സ് തന്നെ വരും. ഈ ഒരു വിങ്സ് ആണ് സത്യം പറഞ്ഞാൽ ഹെവനിനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹെവൻ സീൽ എന്നും പറയുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ എത്തുമ്പോഴേക്കും ഇതിന് ഇമ്മൻസ് ആയിട്ടുള്ള പവർ ആയിരിക്കും. അതായത് ജോനിയൻ ലെവലായിട്ടുള്ള ഷിനോബിനെ അത്ര യങ് ഏജിൽ തന്നെ ഡിഫീറ്റ് ചെയ്യാൻ നിഷ്പ്രയാസം സാധിക്കും. ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബോഡിയുടെ സ്റ്റെബിലിറ്റിയും മെൻ്റൽ കൺട്രോളും ഓറോച്ചിമാറിൻ്റെ കയ്യിലിരിക്കും. സോ ഇനി ബേസിക്കലി സമ്മറൈസ് രൂപേണ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഓഫ് ദി കേഴ്സ് മാർക്ക് നോക്കുകയാണെങ്കിൽ, 1 ചക്ര ആംപ്ലിഫിക്കേഷൻ ബൂസ്റ്റ് ചെയ്യും. ചക്ര അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് ഫിസിക്കൽ എനർജിയൊക്കെ ബിയോണ്ട് നാച്ചുറൽ ലിമിറ്റ്സിലേക്ക് എത്തും. 2 എൻഹാൻസ്ഡ് ഫിസിക്കൽ പവേഴ്സ്. യെസ്, സ്പീഡ്, സ്ട്രെങ്ത്, സ്റ്റാമിന എല്ലാം മൾട്ടിപ്പിൾ ആൻഡ് സെവറൽ ടൈംസ് ബൂസ്റ്റ് ചെയ്യിക്കൊണ്ടിരിക്കും. റിഫ്ലക്സ് ഒക്കെ അങ്ങേയറ്റം. പിന്നെ റീജനറേഷൻ അറിയാലോ, ഹീൽ ചെയ്യും പെട്ടെന്ന്. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഹേറ്റ്രഡ്, മൈൻഡിലെ ഹേറ്റ്രഡിനോടുള്ള ഇതെല്ലാം ഫീഡ് ചെയ്യുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ ആയിരിക്കും. സോ സാസ്കയുടെ ആങ്കറും പെയിനും അംബീഷനും എല്ലാം നെഗറ്റീവ് രീതിയിൽ ബാധിക്കും. 5 കോമ്പാറ്റബിലിറ്റി വിത്ത് ജൂഗോസ് ക്ലാൻ. യെസ്, ജൂഗോയുടെ ക്ലാനിൻ്റെ യുണീക്ക് DNA നിന്നാണല്ലോ ഏതായാലും ഇതിൻ്റെ ഒറിജിൻ. സോ ആ ഒരു രീതിയിൽ ജൂഗോയുടെ ചക്രനെ ഡയറക്റ്റ്ലി സസ്റ്റെയിൻ ചെയ്യാനും നമ്മുടെ സാസ്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീക്ക്നെസ് ആൻഡ് ഡ്രോബാക്സ് നോക്കുകയാണെങ്കിൽ, ലൈഫ് എനർജി ഉറപ്പായിട്ടും ആക്റ്റീവ് അല്ല. ഇത് നെഗറ്റീവ് ഇമോഷൻസിനെയാണ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ ഒറോച്ചിമാറു ഇത് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പേര് മാത്രമേ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളൂ. സോ ഇത് കൊല്ലാൻ തക്ക ഉള്ളൊരു വിഷബാധ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒറോച്ചിമാരുടെ കയ്യിലായിരിക്കും എല്ലാ സാധനത്തിൻ്റെയും കൺട്രോളും. അത് റെക്ലെസ് ആൻഡ് അഗ്രഷനുള്ള ആ ലസ്റ്റ് ഓഫ് പവർ എന്ന് പറയുന്ന ആ ഒരു മൈൻഡിലൂടെ ചെന്നിട്ട് ഒറോച്ചിമാരുടെ കാൽകീഴിലായി പോവും ഒരാൾ. ഇനി നമുക്ക് സാസ്കയുടെ ദേഹത്തിൽ നിന്ന് ഇത് എങ്ങനെയാണ് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ദ വൺ ആൻഡ് ഓൺലി ലെജൻഡറി ഇറ്റാച്ചി ഉച്ചിഹ ഇതെല്ലാം മൈൻഡിൽ കണ്ട് അവൻ മനസ്സിലാക്കിയിട്ട് സ്പിരിച്വൽ സീലിംഗ് വെപ്പൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ടോട്സുക്ക ബ്ലേഡ് എന്ന് പറയുന്ന ആ ഒരു സാധനം. അത് വെച്ച് സാസ്കേനെ ഹേർട്ട് ചെയ്യിപ്പിച്ച് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കേഴ്സ് മാർക്കിനെ പുറത്തു കൊണ്ടിരിക്കുകയാണ് ഇറ്റാച്ചി ചെയ്തത്. സോ ബൊറൂട്ടോ എറയൊക്കെ ആകുമ്പോഴേക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് നമുക്കറിയാം സയൻറ്റിഫിക് നിഞ്ച ടൂൾസും കർമ്മ മാർക്സും ഒക്കെ കാണാം. പക്ഷേ ഇതൊക്കെ വേറൊരു വെറൈറ്റിയാണ്. എക്സാക്ട് സെയിം ലെഗസി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും സാസ്കെ ഉച്ചിഹയുടെ ഈ ഒരു ലെഗസി രീതിയിലുള്ള കേഴ്സ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ പവറിനോടുള്ള തേഴ്സ്റ്റ്, വീക്ക്നെസ്സിനെ ഫിയർ ചെയ്യുന്ന അവൻ്റെ മൈൻഡ്, ഒറോച്ചിമാരുവിൻ്റെ മാനിപ്പുലേറ്റീവ് ടെംപ്റ്റേഷൻ എല്ലാം നാറൂട്ടോയുടെ കോർ കഥകളിൽ ഒന്ന് തന്നെയാണ്. സോ ഇത്രയും പവറൊക്കെ വേണ്ടെന്ന് വെച്ച സാസ്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംബലൈസ് ചെയ്യുന്നത് ഒരു സ്പിരിച്വൽ ഗ്രോത്തിനെയാണ്. അതായത് അവനവൻ്റെ പാത്ത് അവൻ ഒറോച്ചിമാറുവിൻ്റെ കേഴ്സിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇനി എനിക്ക് മനസ്സിലായ കുറച്ച് ഫൺ ഫാക്ട്സ് ഞാൻ പറയാം. ഇത് ഹെവൻ ഇൻ സാസ്കെ മാർക്സ് എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്നത് ഇൻ്റലക്റ്റ് ആൻഡ് സ്പിരിച്വൽ എനർജിനെയാണ്. ഇനി എർത്ത് മാർക്ക് സിംബലൈസ് ചെയ്യുന്നത് ബോഡി ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്തിനെയാണ്. സാസ്കയുടെ മാർക്ക് പാറ്റേൺ എന്ന് പറയുന്നത് ഒരുമാതിരി ഫ്ലെയിം ലൈക്ക് ആണെങ്കിൽ, എർത്ത് മാർക്ക് എന്ന് പറയുന്നത് ക്രാക്ഡ് വെയിൻ ലൈക്കാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ദ കേഴ്സ് മാർക്ക് ചക്ര എന്ന് പറയുന്നത് വിഷ്വലി റിസംബിൾ ചെയ്യുന്നത് നമ്മുടെ 9 ടൈൽസിൻ്റെ ചക്ര ക്ലോക്കില്ലേ, അതുപോലെ തന്നെയാണ്. അതായത് ബോത്ത് ഫോംസും ഒരു കറപ്റ്റഡ് പവർ എന്നുള്ള രൂപയാണ്. സോ ഇത്രയൊക്കെയാണ് ബേസിക്കലി നമ്മുടെ സാസ്കയുടെ കേഴ്സ് ഹീലിനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. നാറുട്ടോ ഡേറ്റാ ബുക്ക് അനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. അടുത്തൊരു നാറുട്ടോ റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ നെക്സ്റ്റ് വീഡിയോ.